وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف الخلق أجمعين وعلى آله وصحبه الفائزين أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSFും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമ ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ പഠന പരമ്പരയിലേക്ക് അതിൻ്റെ 21ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളെക്കുറിച്ചുള്ള വിവരണമാണ് നടന്നു വരുന്നത്. ഈ 21ാമത്തെ എപ്പിസോഡിലും അതിൻ്റെ തുടർച്ചയാണ്. ബഹുമാനപ്പെട്ടവർ ഒരു ശീർഷകമായിട്ട് കൊടുക്കുകയാണ്, ഫസ്ലുൻ വമിത്ലു ഹാദാ ഫി സാഇരിൽ ജമാദാത്ത്. നേരത്തെ പല അത്ഭുതങ്ങളും പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ തുടർച്ചയായി ബഹുമാനപ്പെട്ടവർ വേറെ ചില ഹദീസുകൾ, വേറെ ചില ചരിത്രങ്ങളും കൂടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തിരുകരങ്ങളിൽ നിന്ന്, നബിയുടെ തിരുകൈകളിലിരുന്ന് തസ്ബീഹ് ചൊല്ലിയ ചരൽക്കല്ലുകളുടെ ചരിത്രങ്ങളാണ്. നമ്മൾ സാധാരണ ഖുതുബയിലൊക്കെ കേൾക്കാറുണ്ടല്ലോ, സ്വലാത്ത് റസൂലുള്ളാഹിൻ്റെ വസിഫുകൾ, വിശേഷണങ്ങൾ പറയുമ്പോൾ സബ്ബഹത് ഫി യദിഹിൽ ഹസാ വനബഅ മിൻ ബൈനി അസാബിഇഹിൽ മാ. റസൂലുള്ളാഹിൻ്റെ വർണ്ണനകൾ, വിശേഷണങ്ങൾപ്പെട്ടതാണ്. അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് വെള്ളം നിർഗളിച്ചു. അതൊരുപാട് സംഭവം നേരത്തെ പല എപ്പിസോഡുകളിലൂടെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സബ്ബഹത് ഫി യദിഹിൽ ഹസാ, അതിൻ്റെ വിവരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ ഇരുന്ന് ചരൽക്കല്ലുകൾ അള്ളാഹുവിനെ വാഴ്ത്തിയ, തസ്ബീഹ് ചൊല്ലിയ, അത് ജനങ്ങൾ കേട്ട, മനുഷ്യന്മാർക്ക് കേൾക്കാനിടവന്ന സംഭവങ്ങളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ലഖദ് കുന്നാ നസ്മഉ തസ്ബീഹ തആമി വഹുവ യൂകൽ. ചരൽക്കല്ല് ശേഷം വരുന്നുണ്ട് ഭക്ഷണം തന്നെ. അത് കഴിക്കുമ്പോൾ, അത് കഴിക്കപ്പെടുമ്പോൾ, തിന്നപ്പെടുമ്പോൾ ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നത്, വാഴ്ത്തുന്നത് ഞങ്ങൾ കേൾക്കുമായിരുന്നു. വഫി ഗൈരി ഹാദിഹി റിവായത്തി, വേറൊരു റിവായത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം, കുന്നാ നഅകുലു മഅ റസൂലില്ലാഹി തആമ വനഹ്നു നസ്ബഉ തസ്ബീഹഹു. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ തആമിങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത്, അള്ളാഹുവെ വാഴ്ത്തുന്നത് ഞങ്ങൾ കേൾക്കുമായിരുന്നു. ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, എല്ലാ വസ്തുക്കളും വൈമിൻ ഷൈഇൻ, എല്ലാം അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് ഖുർആനിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഖുർആനിൽ തന്നെ വന്നജമു വഷജറു യസ്ജുദാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഖുർആനിലെ പല ഭാഗങ്ങളിലുമുണ്ട്. മനുഷ്യന്മാരായ നമ്മൾക്ക് അത് ഉൾക്കൊള്ളാനോ കേൾക്കാനോ അതിൻ്റെ ശേഷി നമുക്ക് അല്ലാഹു തആല ദുനിയാവിൽ നൽകാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ തസ്ബീഹ് ചൊല്ലുന്നു. വഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാ, അഹദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫം മിൻ ഹസാ, ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു കൈ കുടന്ന്, കഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കയ്യിൽ ഹസ ചരൽക്കല്ല് എടുത്തു. ഫസബ്ബഹന ഫി യദി റസൂലില്ലാഹ്, റസൂലുള്ളാഹിൻ്റെ തിരുകരങ്ങളിൽ ഇരിക്കുമ്പോൾ ആ ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. ഹത്താ സമീഅന തസ്ബീഹ്, ഞങ്ങളൊക്കെ ആ തസ്ബീഹ് കേട്ടു. സുമ്മ സബ്ബഹുന്ന ഫി യദി അബീബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ അതേ ചരൽക്കല്ല് നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലേക്ക് പകർന്നു കൊടുത്തു, ചൊരിഞ്ഞു കൊടുത്തു. ഫസബ്ബഹന, പിന്നെ എന്ത് ചെയ്തു? അപ്പോഴും തസ്ബീഹ് ചൊല്ലി. ചരൽക്കല്ലുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ കടന്നിട്ടും തസ്ബീഹ് ചൊല്ലി. സുമ്മ ഫി ഐദീന, പിന്നെ ഞങ്ങളുടെ കൈകളിലേക്കും പകർന്നു തന്നു. ഫമാ സബ്ബഹന, അപ്പോൾ അവ തസ്ബീഹ് ചൊല്ലിയില്ല. വ്യത്യാസമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ കിടന്ന് ചരൽക്കല്ലുകൾ ചൊല്ലി തസ്ബീഹ്. അത് കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലേക്ക് പകർന്നു കൊടുത്തപ്പോഴും ആ ചരൽക്കല്ലുകൾ തസ്ബീഹ് തുടർന്നു. പിന്നെ ഞങ്ങളുടെ കൈകളിൽ എത്തിയപ്പോൾ ചൊല്ലിയില്ല എന്ന് പറയണം. വറവാ മിസ്ലഹു അബൂ ദർ വദക്കറ അന്നഹുന്ന സബ്ബഹന ഫീ കഫി ഉമർ, വേറെ റിവായത്തിൽ ഉമറിൻ്റെയും ഉസ്മാൻ്റെയും റളിയല്ലാഹു അൻഹുമാ അവരുടെ കൈകളിൽ വെച്ചും തസ്ബീഹ് ചൊല്ലി. അതുപോലെ അലി റളിയല്ലാഹു അൻഹു പല റിവായത്തുകളിലുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വേറെ ഹദീസ് കാണാം, ഞങ്ങൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം മക്കയിലെ പല ഭാഗങ്ങളിലൂടെയും ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഫഖറജ ഇലാ ബഅദി നവാഹിഹാ, മക്കയിലെ ചില പാർശ്വഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോയി റസൂലുള്ളാഹിൻ്റെ കൂടെ. ഫമസ്തഖ്ബലഹു ഷജറത്തുൻ വലാ ജബലുൻ ഇല്ലാ ഖാല ലഹു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മക്കയുടെ ചില ഭാഗങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നബിതങ്ങളെ കണ്ടുമുട്ടിയ ഒരു മരവും ഒരു ജബലും ഒരു മലയും കുന്നും മരവും പറഞ്ഞിട്ടല്ലാതെ ഇല്ല ഖാല ലഹു, നബിതങ്ങളോട് പറയാതെ പോയില്ല, പറയാതെ അല്ലാതെ പോയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മരങ്ങളും
എല്ലാ മരങ്ങളും മലകളും കുന്നുകളും നബിതങ്ങളോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിതങ്ങളോട് സലാം പറഞ്ഞു. വഅൻ ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഇന്നീല ആരിഫ ഹജറൻ ബി മക്കത, നബിതങ്ങൾ പറയാണ് മക്കയിലെ ഒരു കല്ലിനെ എനിക്കറിയാം, കാന യുസല്ലിമു അലയ്യ, എൻ്റെ മേൽ സലാം ചൊല്ലുമായിരുന്നു. ഖീല ഇന്നഹുൽ ഹജറുൽ അസ്വദ്, അത് ഹജറുൽ അസ്വദാണ് എന്നും റിവായത്തുണ്ട്. ചില റിവായത്ത് പ്രകാരം നുബുവത്തിൻ്റെ മുമ്പ് തന്നെ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തൊക്കെ നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ നബിതങ്ങൾ നേരിട്ട് കണ്ടിട്ട് കാണുമ്പോൾ സലാം പറഞ്ഞിരുന്ന മരങ്ങളും മലകളും കുന്നുകളും കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. പുണ്യ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റിസാലത്ത് നുബുവത്ത് നൽകിയപ്പോൾ അതിനുശേഷം ജഅൽതു ലാ അമുറു ബി ഹജറിൻ വലാ ഷജർ, അഥവാ ഞാൻ നബിയായി അവരോധിക്കപ്പെട്ട ശേഷം, നുബുവത്ത് എനിക്ക് നൽകപ്പെട്ട ശേഷം ഞാൻ പിന്നെ ഏത് കല്ലിൻ്റെ അടുക്കലൂടെയും മരത്തിൻ്റെ അടുക്കലൂടെ പോയാലുമില്ല. ഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ആ കല്ലും മരമൊക്കെ എന്നോട് സലാം പറയുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യാം. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറോ ഷജറോ ഏതിൻ്റെ അടുക്കലൂടെ കടന്നു പോയാലുമില്ല സജദ ലഹു, അതൊക്കെ നബി തങ്ങൾക്ക് സുജൂദ് ചെയ്യുമായിരുന്നു. ഫി ഹദീസിൽ അബ്ബാസ്, ഇദശ്തമല അലൈഹി നബിയ്യു അലാ ബനീഹി ബിമുലാഅത്തിൻ വദഅ ലഹും ബിസ്സദ്രി മിനന്നാർ കസദ്രിഹി യാഹും ബിമുലാഅതിഹി ഫഅമ്മനത് അസ്കുഫത്തുൽ ബാബി വഹവായിത്തുൽ ബൈത്തി ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുഅ്ജിസത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളൊരു പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആമീൻ പറഞ്ഞത് ആ വീടിൻ്റെ ആ പരിസരത്തുള്ള ആ വീടിനകത്തുള്ള പിന്നെ വാതിലിൻ്റെ മേപ്പടി, അതുപോലെ അതിൻ്റെ ആ വാതിൽ നടത്താം വാതിൽപ്പടി, അതുപോലെ ഹവായിത്തുൽ ബൈത്തി വീടിൻ്റെ ചുമരുകളുമൊക്കെ ആമീൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. വേറൊരു സംഭവം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖമായി ഒരു രോഗമായപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾക്ക് കുറച്ച് പഴം കൊണ്ടുവന്നു എന്ന് പറയാം. ഫാത്താഹു ജിബ്രീൽ ബി തബഖും ഫീഹി റുമ്മാനും വൈനബ്, ഉറുമാൻ പഴവും മുന്തിരിപ്പഴവും ഒക്കെയായി. ഫഅകല മിൻഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബ്ബഹ, നബി തങ്ങൾ അതിൽ നിന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ പഴങ്ങൾ തസ്ബീഹ് ചൊല്ലി. വാൻ അനസ് റളിയല്ലാഹു അൻഹു പറയാ, സയ്യിദൻ നബിയ്യു അബൂബക്കർ വഉമർ വഉസ്മാൻ വഹുദാ, ഒരിക്കൽ നബി തങ്ങളും അബൂബക്കർ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവർ ഉഹദ് മലൻ്റെ മുകളിൽ കയറിയപ്പോൾ ഫറജഫ ബിഹിം, ഉഹദ് ഒന്ന് ചെറിയൊരു പ്രകമ്പനം, ഉഹദ് ഒന്ന് വിറകൊണ്ടു. ഫഖാല, അപ്പം നബി തങ്ങൾ പറയാ, ഉസ്ബുത് ഉഹദ്, ഉഹദേ അടങ്ങുക, ഉഹദേ അനങ്ങല്ലേ, ഉസ്ബുത് ഉഹദ്, ഉഹദേ അടങ്ങുക. ഫഇന്നമാ അലൈക, നിനക്കറിയുമോ ഉഹദേ ആരാണ് നിൻ്റെ മേലിൽ ഇപ്പോൾ കയറി നിൽക്കുന്നതെന്ന്. ഫഇന്നമാ അലൈക നബിയ്യുൻ, ഒരു നബിയാണ്, അതാരാ അവർ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ സിദ്ദീഖ്, മറ്റൊന്ന് സിദ്ദീഖാണ്. വ ഷഹീദാൻ, 2 രക്തസാക്ഷികളുമാണ്. ആ രക്തസാക്ഷികൾ 2 പേര് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പം ഷഹീദായിട്ടല്ല ഈ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ ഭാവിയിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയാം. നബി തങ്ങൾ പറഞ്ഞു, നിൻ്റെ മേലിൽ ഇപ്പോൾ ഉള്ളത് ഒരു നബിയാണ്, നബി തങ്ങൾ തന്നെ. ഓ സിദ്ദീഖും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവ ഷഹീദാണ്, 2 ഷഹീദുമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയുടെ കഠാരയ്ക്ക് വിധേയരാകുന്നത്. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീട്ടിലിരിക്കുമ്പോഴാണല്ലോ, നോമ്പുകാരനായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കലാപകാരികൾ വീട് വളഞ്ഞതും ഉപരോധിക്കുന്നതും അദ്ദേഹത്തെ പിടിച്ചു കൊല്ലുന്നതും ഒക്കെ. അതാ ഷഹീദാൻ ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹുമ. അതുപോലെ മറ്റൊരു ഹദീസ് വേറെയും റിവായത്തുകളിലുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ വേറെ ഹദീസുകളിലും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിനോട് സംസാരിച്ചത്, ഉഹദ് മല വിറകൊണ്ടപ്പോൾ ഉഹദിനോട് നബി തങ്ങൾ സംസാരിച്ചതൊക്കെയാണ് ഈ ഹദീസിൻ്റെ ഈ സംഭവത്തിൻ്റെ പൊരുൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുവരും ഹിറാ ഗുഹയിലുള്ള ഗാർ സൗർ ഗുഹയിൽ, ഹിജ്റ വേളയിൽ സൗർ ഗുഹയിൽ നബി തങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആ മല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് ബേജാറുണ്ട് എന്ന് പറയാം മല നബിയോട്. അതെന്താ, എനിക്ക് പേടിയുണ്ട്, ഖുറൈശികൾ വന്നേക്കും, ഖുറൈശികൾ ഇവിടെ വന്നേക്കും, അങ്ങ് പിടികൂടിയേക്കും, അങ്ങയെയും സിദ്ദീഖ് തങ്ങളെയും ഇവിടെ ഇട്ടുകൊണ്ടവർ കൊന്നേക്കുമെന്ന് ഭയമുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ കൊലപാതകത്തിന് അല്ലെങ്കിൽ അങ്ങയുടെ വധത്തിന് അങ്ങയെ ഖുറൈശികൾ കൊല്ലുകയാണെങ്കിൽ അത് എൻ്റെ ദേഹത്തിൽ വെച്ചിട്ടാണല്ലോ കൊല്ലുക, എനിക്കതിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സമാധാനിപ്പിച്ചു എന്നൊക്കെ. അതുപോലെ ഒട്ടനേകം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. മക്കം ഫതഹിൻ്റെ വേളയിൽ കഅബ ഷരീഫിനകത്ത് കണ്ട ബിംബങ്ങളൊക്കെ നല്ല ഈയത്തിൽ ഉരുക്കി ഉറപ്പിച്ചിട്ടായിരുന്നു. പെടുന്നതിനെയൊന്നും പിഴുതുമാറ്റാനോ വീഴ്ത്താനോ എടുക്കാനോ പറ്റാത്ത വിധത്തിൽ അങ്ങനെ സ്ഥിരപ്പെട്ട അല്ലെങ്കിൽ ഉറപ്പിക്കപ്പെട്ട ഈയത്തിൽ ഉരുക്കി ഒഴിക്കപ്പെട്ട്
കോൺക്രീറ്റായി അത്രയും ഉറപ്പിച്ച് നിർത്തിയിരുന്ന ബിംബങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെ നബി തങ്ങൾ തൊടുകയോ അവിടുത്തെ കയ്യിലുള്ള അസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ കുന്തം കൊണ്ട് പല റിവായത്തുകൾ ഒന്ന് തൊടുമ്പോഴേക്ക് അതൊക്കെ മുഖം അമർന്ന് വീണു എന്നൊക്കെ പറയുമ്പോൾ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖാ എന്ന ആയത്ത് നബി തങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നു. ഈ ബിംബങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞു വീഴുന്നു എന്നുള്ള സംഭവമൊക്കെ പറയുന്നതൊക്കെ മുഅ്ജിസത്ത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റാഹിബ് റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്തിൻ്റെ തുടക്കത്തിൽ ഫിബ്തിദായി അംരിഹി, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടക്കത്തിൽ കച്ചവടക്കാരനായി പോകുമ്പോൾ, അത് നുബുവത്തിൻ്റെ മുമ്പ് എന്നും പറയുന്നുണ്ട്, നുബുവത്തിൻ്റെ മുമ്പ് ഫിബ്തിദായി അംരിഹി എന്ന് പറഞ്ഞാൽ ഖബല നുബുവ, നബിയുടെ കൊച്ചു കാലഘട്ടത്തിൽ കച്ചവടക്കാരനായി പോകുമ്പോൾ ഇത് ഖറജ താജിറൻ അമ്മി, കച്ചവടക്കാരനായ അബൂ താലിബിൻ്റെ കൂടെയൊക്കെ കച്ചവടത്തിന് പോയല്ലോ. അപ്പോൾ റാഹിബ് മുൻവേദ ഗ്രന്ഥങ്ങളിലൊക്കെ അവഗാഹം ഉണ്ടായിരുന്ന ഒരു പാതിരി അച്ഛൻ, മുൻവേദ ഗ്രന്ഥങ്ങളിലൊക്കെ അവഗാഹം ഉണ്ടായിരുന്ന ഒരു പാതിരി, അദ്ദേഹം വേദപണ്ഡിതനാണ്. അദ്ദേഹം റസൂലുള്ളാഹിയുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ചില്ലറക്കാരനല്ല, സാധാരണക്കാരനല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചു വഖാൽ, എന്നിട്ട് പറയാണ് യഹാദാ സയ്യിദുൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നേതാവായി, ഇത് ലോകങ്ങളുടെ നേതാവാണ്. റസൂലുള്ള ചെറുപ്പക്കാരനാണ്, ബാല്യകൗമാര പ്രായത്തിൽ എത്തിയിട്ടുള്ളൂ, അന്ന് നബിയൊന്നും ആയിട്ടില്ല, 40 വയസ്സിലാളുടെ നുബുവത്ത്, അതിനൊക്കെ എത്രയോ മുമ്പ്. ഈ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോൾ ഈ റാഹിബ്, ഈ വേദപണ്ഡിതൻ അല്ലെങ്കിൽ ഈ വേദഗ്രന്ഥങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന ഇദ്ദേഹം റസൂലുള്ളാഹിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാം ഹദാ സയ്യിദുൽ ആലമീൻ യബഅസുഹുല്ലാഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ഇത് ലോകത്തിൻ്റെ നേതാവാണ്, ലോകർക്കാകെയും കാരുണ്യമായിട്ട് അള്ളാഹു ഇവരെ നിയോഗിക്കും. ഫഖാല ലഹു വശിയാഹും മിൻ ഖുറൈശിലെ പല തലമുതിർന്ന സീനിയർ നേതാക്കന്മാരും പറയും ആ ഇൽമുക, എങ്ങനെ നിങ്ങളറിയാം, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായി എന്ന് ചോദിച്ചു. ഫഖാല ഇന്നഹു ലം യബഖ ശജറുൻ വലാ ഹജർ ഇല്ലാ ഖറ സാജിദൻ ലഹു വലാ യസ്ജുദു ഇല്ലാ ലിനബിയ്യിൻ. ഈ റാഹിബ് പറയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുട്ടി കടന്നു പോകുന്ന ഇടങ്ങളിൽ മരങ്ങളും കല്ലുകളും ഒക്കെ ഈ കുട്ടിയോട് സലാം പറയുന്നു, സുജൂദ് ചെയ്യുന്നു. വലാ യസ്ജുദു ഇല്ലാ ലിനബിയ്യിൻ, അതൊരു പ്രവാചകനല്ലാതെ അങ്ങനെ സംഭവിക്കില്ല, ഇത് തെളിവാണ്, ഇത് ഈ കുട്ടി നബിയായി വരാനുള്ളതാണ്. വദക്കറൽ ഖിസ്സത്തും മഖാൽ വഅഖബല സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഇമാമത്തുൻ വഗമാമത്തുൻ തുളില്ലുഹു. മറ്റൊരു സംഭവം പറയാം, ഈ റാഹിബ് ഇതും കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേൽ ഒരു മേഘം ഇങ്ങനെ തണലിട്ട് പോകുന്നതായി. വൽഗമാമ ഖദ് അളല്ലത്ത് എന്ന് പറഞ്ഞില്ലേ, വൽഗമാമ ഖദ് അളല്ലത്ത്, നബി തങ്ങൾക്ക് നിഴലിട്ട് കൊടുത്തു ഈ മേഘം. ഫലമ്മാ ദനാ മിനൽ ഖൗമി വജദഹും സബഖൂഹു ഇലാ ഫൈഇ ഷജറ ഫലമ്മാ ജലസ ഖാല മാലൽ ഫൈഉ ഇലൈഹി. ഇതൊക്കെ കാണുകയാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ഈ മേഘം ഇങ്ങനെ മറയിട്ട് തണലിട്ട് വിരിച്ചു കൊടുക്കുന്നതൊക്കെ കാണുകയാണ്. എന്ന ഖസീദത്തു അല്ലഫൽ അലിഫിൽ ഉമർ ബിൻ അബ്ദുൽ ഖാദിർ ഖാഹിരി തങ്ങൾ പറഞ്ഞ വരികൾ സാന്ദർഭികമായിട്ട് പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളുടെ ഇനങ്ങൾ പിന്നെയും പറയാം. അടുത്ത ഒരു ഇനം, അടുത്ത ഒരു ഫസ്ലും ഫിൽ ആയാത്ത് ഫി ദുറൂബിൽ ഹയവാനാത്ത്, പല മൃഗങ്ങൾ, ഉടുമ്പുകൾ, അതുപോലെ മറ്റ് ചെന്നായ, ഇങ്ങനെയുള്ള മൃഗങ്ങൾ, ആട്, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധപ്പെട്ട മുഅ്ജിസാത്തുകളിൽ കഥാപാത്രങ്ങളാകുന്ന സംഭവങ്ങളാണ് പിന്നെ പറയുന്നത്. ഒരിക്കലും ആറാബി, ഏതാനും ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ദീർഘമായ സംഭവങ്ങൾ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് കിതാബ് ഷിഫായിൽ. അതിൽ നിന്ന് ഉദാഹരണത്തിന് വേണ്ടി കുറച്ച് മാത്രം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ മഹ്ഫലിൻ മിൻ അസ്ഹാബിഹി, നബി തങ്ങൾ സഹാബിമാർക്കൊപ്പം ഇങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഒരു ആറാബി വന്നു. ആ ആറാബി ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ട്, ലഖസാദ റബ്ബൻ, ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ട് ഉടുമ്പുണ്ട് കയ്യിൽ. ഫഖാല മൻ ഹാദാ ഖാലു, ആ ആറാബി കൂട്ടരോട് ചോദിച്ചു, മനുഷ്യന്മാരോട് കൂടെയുള്ളവരോട് ചോദിക്കുക, ഇതാരാണ്? അപ്പോൾ അവർ പറഞ്ഞു നബിയുല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ നബിയാണ്. ഫഖാല വല്ലാത്തി വൽഉസ്സാ ആമന്തു ബിക യാ ഔ യുഅ്മിനു ബിക ഹാദൽ ലബ്ബു. ആ അറാബി പറഞ്ഞു, ലാത്തയും ഉസ്സയുമാണ് സത്യം, അവരുടെ വിഗ്രഹങ്ങളാണല്ലോ, ലാത്തും ഉസ്സുമാണ് സത്യം. ഈ ഉടുമ്പ് സത്യം ചെയ്യുകയാണെങ്കിൽ, ഈ ഉടുമ്പ് വിശ്വസിക്കുകയാണെങ്കിൽ, ഈ ഉടുമ്പ് സാക്ഷി പറയുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. വതറഹു ബൈന യദൈൻ എന്ന് പറഞ്ഞിട്ട് ഈ വേട്ടയാടി പിടിച്ച ഉടുമ്പിനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇടുകയാണ്. ഫഖാല അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു, അപ്പോൾ നബി തങ്ങൾ ആ ഉടുമ്പിനോട് പറഞ്ഞു, യാ ലബ്ബു, ഉടുമ്പേ, ഉടുമ്പേന്ന് ഉടുമ്പിനെ റസൂലുള്ള വിളിച്ചപ്പോൾ വാജാബഹു ബിലിസാനിൻ മുബീൻ, വ്യക്തമായ ഭാഷയിൽ, സ്ഫുടമായ ഭാഷയിൽ ഉടുമ്പ് മറുപടി പറഞ്ഞു. യസ്മഉൽ ഖൗമു, ജനങ്ങളൊക്കെ കേൾക്ക, ജമീഅ ലബ്ബൈക വസഅദൈക യാ സൈന വഅഫൽ ഖിയാമ എന്ന് പറഞ്ഞു. ലബ്ബൈക വസഅദൈക്, ലബ്ബൈക് എന്ന് പറഞ്ഞാൽ വിളിക്ക് ഉത്തരം നൽകുന്നൊരു വാക്കാണല്ലോ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നൊക്കെ പറഞ്ഞ ലബ്ബൈക്, ലബ്ബൈക വസഅദൈക്, നബി തങ്ങളോട് ആദരപൂർവ്വം ഈ റബ്ബ് പറയാണ്, വിളിക്ക് ഉത്തരം നൽകുക, യാ സൈന വഅഫൽ ഖിയാമ,
ഖാല മൻ തഅബുദു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിശേഷണമാണ്. ഖിയാമത്തിന് വന്നവരുടെ സൈനെ, അവരുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിലൊക്കെ റസൂലുള്ളാഹിയാണല്ലോ എല്ലാറ്റിൻ്റെയും സൈൻ. ഖാല, അപ്പം നബിതങ്ങൾ ചോദിച്ചു, മൻ തഅബുദു, ഈ ഉടുമ്പിനോട് നബിതങ്ങൾ ചോദിച്ചു, നീ ആരെയാണ് ആരാധിക്കുന്നത്? ഖാല, ഉടുമ്പ് പറയാ, അല്ലദീ ഫിസ്സമാഇ അർശു, ഞാൻ ആരാധിക്കുന്നത് ആരെയാണെന്നോ, ആരുടെയാണോ ആകാശത്ത് അർശുള്ളത് അവനെ. ഒഫിൽ അർളി സുൽത്താനു, ഭൂമിയിൽ ആർക്കാണോ അധികാരമുള്ളത് ആ തമ്പുരാനെ. ഒഫിൽ ബഹരി സബീലു, കടലിൽ ആരുടെ അധികാരമാണോ നടക്കുന്നത് അവനെ. ഒഫിൽ ജന്നത്തി റഹ്മത്തു, സ്വർഗലോകത്ത് ആരുടെ കാരുണ്യമാണോ നമുക്ക് അനുഭവിക്കാൻ പോകുന്നത് അവനെ. ഒക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ആകാശത്തും ഭൂമിയിലും കടലിലും റബ്ബിൻ്റെ അധികാരമാണല്ലോ, സ്വർഗത്തിൽ റബ്ബിൻ്റെ റഹ്മത്താണല്ലോ. ഫിന്നാരി അഖാബു, ആരുടെ ശിക്ഷയാണോ നരകത്തിലുള്ളത് അവനെ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അദാബാണല്ലോ നരകത്തിൽ, അള്ളാഹുവിൻ്റെ സവാബാണല്ലോ സ്വർഗത്തിൽ. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നത് നീ റബ്ബ് ഈ ഉടുമ്പ് പറയണം. എന്നിട്ട് ഉടുമ്പിനോട് നബിതങ്ങൾ ചോദിക്കുക, ഫമൻ അന, എങ്കിൽ ഞാൻ ആരാണെന്ന് പറയൂ. ഖാല, ഉടുമ്പ് പറയാ, റസൂൽ റബ്ബിൽ ആലമീൻ, ലോകാലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതരാണ് അങ്ങ് റസൂലുള്ളാഹി റബ്ബിൽ ആലമീനാണ്. വഖാത്തമുൻ നബിയീൻ, പ്രവാചകരിൽ അന്തിമ പ്രവാചകരുമാണ്. വഖദ് അഫ്ലഹ മൻ സദ്ദഖക, അങ്ങയെ വിശ്വസിച്ചവർ വിജയിച്ചവരാണ്. വഖാബ മൻ കദ്ദബക, അങ്ങയെ അവിശ്വസിച്ചവർ പരാജിതരുമാണ്. ഇത് കേട്ടപ്പോൾ ഫഅസ്ലമൽ അറാബി, അറാബിയുടെ മുസ്ലിമാവാണ് ഉടുമ്പിൻ്റെ സംസാരം കേട്ടിട്ട്. അതുപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെന്നായയുടെ സംസാരം അത്ഭുതാവഹമാണ്. അദ്ദേഹം പറയാണ്, ബൈനമാറു, ഒരു ആട്ടിടയൻ ഇങ്ങനെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അറദദ്ദിബു ലിഷാത്തി മിൻഹ, ഒരാട്ടിടയൻ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെന്നായ വന്നു അതിൽ നിന്ന് ആ ആട്ടിൻപറ്റത്തിൽപ്പെട്ട ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി. ഫഅഖദഹ മിൻഹു, ആ ആട്ടിനെ ഇങ്ങോട്ട് പിടിച്ചു. വക്കാലിറായി, അപ്പം ഇയാളാകെ ബേജാറായി. അപ്പോൾ വക്കാലിറായി, എന്നിട്ട് ഈ ഇടയനോട് ഈ ചെന്നായ സംസാരിക്കുക, അലാ തത്തഖില്ലാഹ, നീ അള്ളാനെ പേടിക്കണില്ല മനുഷ്യ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ആടിനെ പിടിക്കാൻ വേണ്ടി ചെന്നായ ഓടി വന്നപ്പോൾ ഈ ആടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആട്ടിടയന് ഈ ചെന്നായ ആട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ചെന്നായ പിടിക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ ഈ ചെന്നായ ആട്ടിടയനോട് സംസാരിക്കുക, അലാ തത്തഖില്ലാഹ, നീ അള്ളാഹുവെ ഭയപ്പെടുന്നില്ലേ ഇടയാ. കാരണം എന്താ പറയാൻ കാരണം, എൻ്റെ റിസ്ക്കാണ് ഈ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ റിസ്ക്കാണ്. അള്ളാഹു തആല എനിക്ക് ഭൂമിയിൽ തന്ന റിസ്ക്കാണ്. ഞാൻ എൻ്റെ റിസ്ക് തേടി പോകുമ്പോൾ നീ അതിൻ്റെ ഇടയിൽ വിലങ്ങുതടിയായി നിൽക്കുന്ന നിനക്ക് പിന്നെ അള്ളാഹിനെ പേടിയില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഇരയാണ്, എൻ്റെ ഭക്ഷണമാണ്, എൻ്റെ അന്നമാണ് ഈ കാണുന്ന ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ആട്. എൻ്റെയും എൻ്റെ അന്നത്തിൻ്റെയും ഇടയിൽ മറയായി നിൽക്കുന്നത് ഈ പടച്ചോനെ പേടിക്കണില്ലേ എന്ന് ചോദിച്ചു. കാലറാഴി, അപ്പോൾ ഈ ഇടയനാകെ അത്ഭുതപ്പെട്ടു. സംസാരിക്കുന്ന മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്ന ഈ ചെന്നായിയുടെ വർത്താനം കേട്ടിട്ട്. കാലറായി അൽ അജബ് മിൻ ദീബീൻ യതകല്ലം ബികലാമിൽ ഇൻസി, മനുഷ്യന്മാർ വർത്താനം പറയുന്നത് പോലെ വർത്തമാനം പറയുന്ന ചെന്നായയോ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ട അറാബി. അപ്പോൾ ഈ ചെന്നായ പറയാണ്, ഫഖാല ദീബു, ചെന്നായ മനുഷ്യനോട് പിന്നെയും പറയാ, ഇടയനോട് പറയാ, എന്നാൽ അതിനേക്കാളൊക്കെ അത്ഭുതമുള്ള വേറൊരു വർത്തമാനം നിങ്ങൾക്കിപ്പോൾ അത്ഭുതം അല്ലയോ അറാബിയെ അല്ലെങ്കിൽ ഇടയ, നിനക്ക് അത്ഭുതം ഒരു ചെന്നായായ ഞാൻ മനുഷ്യന്മാരെ പോലെ വർത്തമാനം പറയാന്നുള്ളതല്ലേ. അതിലും വലിയ അത്ഭുതം അലാ ഹുബിർകബി ആജബമിൻ ദാലിക, അതിലും വലിയ അത്ഭുതം ഞാൻ പറയട്ടെ. റസൂലുള്ളാഹി ബൈനൽ ഹർറത്തൈൻ, അള്ളാഹുവിൻ്റെ ദൂതർ മക്കക്കാർക്ക് ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലിട്ടുകൊണ്ട്, പർവ്വതങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് വിളിക്കുക. യുഹദ്ദിസുന്നാസ ബിഅംബാഇ മാ ഖദ് സബഖ്, അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളും വിവരങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനങ്ങളെ ദീനിലേക്ക് വിളിക്കുക. എന്നിട്ട് ജനങ്ങൾ അംഗീകരിക്കാതിരിക്കുക, അതാ ഇതിലും അത്ഭുതം. ഫാത്തറായി, ഇത് കേട്ടപ്പോൾ അറാബി ഞെട്ടിപ്പോവാണ്. അറാബി അല്ല ഈ റായി, ഈ ഇടയൻ ഞെട്ടിപ്പോയി. അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫഅഖ്ബറഹു, നബി തങ്ങളെ അന്വേഷിച്ചു കണ്ടെത്തി. നബി തങ്ങളോട് വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ മക്കയുടെ പുറമ്പോക്ക് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈ ആടിനെ മേയിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ആടിനെ മേയ്ക്കുമ്പോൾ എൻ്റെ ആട്ടിൻകുട്ടിയെ വന്ന ചെന്നായ എന്നോട് ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞു. ഫഖാല നബിയ്യു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് പറഞ്ഞു, ഖും ഫഹദ്ദിസ്ഹും, എന്നാൽ മനുഷ്യ ഈ കണ്ട വിവരം ഇടയനോട് പറഞ്ഞു. അറാബിയോട്, ഇടയനോട് ഈ വർത്താനം ജനങ്ങളോട് പറയുന്നു പറഞ്ഞു. സുമ്മ ഖാല സദഖ, ആ അറാബിയോട് പറയാൻ വേണ്ടി പറഞ്ഞു. സുമ്മ ഖാല സദഖ വൽ ഹദീസു ഫീഹി ഖിസ്സ വഫീ ബഅദിഹി തൂൽ, അങ്ങനെ ദീർഘമായ ഹദീസാണ്. വേറെ ചില ഹദീസിൽ ഈ സംഭവത്തിൻ്റെ വേറെ ചില റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമായിട്ട് പറയാം, ഫഖാല ദീബു അൻത അജബ്, ഈ ചെന്നായി സംസാരിക്കുക മനുഷ്യൻ്റെ ഇടയനോട് പറഞ്ഞു, നിൻ്റെ കാര്യം അതിലേറെ അത്ഭുതം. വാഖിഫ് എന്നല്ല അനമിക, നീ നിൻ്റെ ആടുകളെ നോക്കി നടക്കുന്നു. വതറക്ത നബിയ്യൻ ലം യബഅതില്ലാഹു നബിയ്യൻ ഖത്തു അഅളമ മിൻഹു, നിൻ്റെ കാര്യം അതിലേറെ അത്ഭുതമാണ്. അപ്പോൾ ചെന്നായി സംസാരിക്കുകയോ അത്ഭുതമല്ലേ എന്ന് അത്ഭുതം കൂറിയ ഈ ആട്ടിടയനോട് ചെന്നായ പറ, അതിലേറെ അത്ഭുതം നിങ്ങളെ കാര്യമാണ്. കാരണം
അള്ളാഹുവിൻ്റെ ഹബീബ് ജനങ്ങളെ ദീനിലേക്ക് വിളിക്കുകയാണ്. ഇതിനേക്കാൾ നിങ്ങൾ ഈ ചെന്നായി ഈ ആട്ടിൻപറ്റങ്ങളായിട്ട് കൂടിക്കോളൂ എന്ന് ചെന്നായ പറയാണ്. നിങ്ങൾ ഈ ആടിനെ മേച്ച് നടക്കുകയാണ്, ഒരു നബിയെ ഒഴിവാക്കി. നബി അവിടെ ജനങ്ങളെ ദീനിലേക്ക്, ഹക്കിലേക്ക്, വിജയത്തിലേക്ക് വിളിക്കുകയാണ്. ആ നബിയുടെ ദഅവത്ത് കേൾക്കാതെ നിങ്ങളിവിടെ ഈ ആടുകളെയും മേച്ച് നടക്കുന്ന നിങ്ങളെ കാര്യം അതിലേറെ അത്ഭുതകരം എന്ന് പറയാണ്. അങ്ങനെ ലം യബഅത്തില്ലാഹു നബിയ്യൻ ഖത്തു അഅളമ മിൻഹു ഇൻദഹു ഖദ്റ ഖദ് ഫുതിഹത ലഹു അബ്വാബുൽ ജന്ന. സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട നബിയാണ് അവർ. വഅശ്റഖ അഹ്ലുഹാ അലാ അസ്ഹാബിഹി യൻദുറൂന. അങ്ങനെ പറയാണ്. ഒമാ ബൈന ജനങ്ങളും അത് വിശ്വസിക്കുന്നില്ല, ജനങ്ങളും യുദ്ധം ചെയ്യാൻ നടക്കുകയാണ് ആ നേതാവിനോട്. ഒമാ ബൈനക വ ബൈനഹു ഇല്ലാ ഹാദ ശഅബ്. അല്ലയോ മനുഷ്യ, ഈ അറാബിയോട് ഈ ചെന്നായ പറയാൻ, നിങ്ങൾക്കും ആ സത്യപ്രവാചകൻ്റെയും ഇടയിൽ ഈ ഒരു മലഞ്ചെരുവല്ലാതെ വ്യത്യാസമല്ല എന്ന് പറഞ്ഞാൽ, ഈ മലഞ്ചെരുവ് ക്രോസ് ചെയ്ത് പോയാൽ നിങ്ങൾ ആ നബിയുടെ അടുക്ക് എത്തൂലേ? എന്നിട്ട് അങ്ങോട്ട് പോകാതെ ഇവിടെ ഈ ആട്ടിൻപറ്റങ്ങളിൽ മേച്ചെടുക്കുന്ന നിങ്ങളെ കാര്യമല്ലേ മഹാപോക്ക്? ഇപ്പോൾ തസീറുഫി ജുനൂദില്ല. നിങ്ങൾ ഈ മലഞ്ചെരുവ് കടന്ന് ക്രോസ് ചെയ്ത് പോയാൽ ആ നബിയെ നിങ്ങൾക്ക് പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ എത്താം. എന്നിട്ട് നിങ്ങൾക്ക് സന്മാർഗം നേടാം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പട്ടാളക്കാരിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് മെമ്പറാവാം. ഫതസീറുഫി ജുനൂദില്ല. ഖാല റായി മൻ ലീ ബി ഗനമി. അത് കേട്ടപ്പോൾ ഈ ഇടയൻ പറയാണ്, അപ്പം ഞാൻ ഈ ആട്ടിൻപറ്റങ്ങളൊക്കെ ഇവിടെ ഇട്ടേച്ച് പോവുകയാണെങ്കിൽ എൻ്റെ ആട്ടിൻപറ്റങ്ങൾ ആരാ നോക്കുക? ഖാല റായി, അത് ഈ ഇടയൻ ചെന്നായോട് പറയാണ്, മൻ ലീ ബി ഗനമി, എൻ്റെ ആട്ടിൻപറ്റങ്ങളെ ആര് നോക്കും? ഞാൻ ആ നബിയെയും തെരഞ്ഞ് ഈ മലഞ്ചെരുവ് താണ്ടിക്കിടന്ന് അപ്പുറം പോയാൽ, നബിയെ തെരഞ്ഞു പോയാൽ എൻ്റെ ആട്ടിൻപറ്റങ്ങളെ ആര് കാക്കും? കാലദീപ് ചെന്നായ പറയാം, അനഅറാഹ, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ മേച്ചുകൊള്ളാം നിങ്ങൾ ആട്ടിൻപറ്റങ്ങളെ. ഹത്താ തർജ, നിങ്ങൾ മടങ്ങുന്നത് വരെ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് ഞാൻ കാവൽ. ഫാസ്ലമർ റജുൽ. അത് കേട്ടപ്പോൾ തന്നെ മുമ്പ് മുസ്ലിമായി പോയി. ഫാസ്ലമർ റജുലു, ഈ മനുഷ്യൻ ഈ ആട്ടിൻപറ്റങ്ങളെ, ഈ ആടുകളെ ഏൽപ്പിച്ചു, ഈ ചെന്നായെ ഏൽപ്പിച്ചു. ഫാസ്ലമർ റജുലു ഇലൈഹ ഗനമഹു, തൻ്റെ കയ്യിലുള്ള ഈ ആടുകളെ, തൻ്റെ ആട്ടിൻപറ്റത്തെ ഈ ചെന്നായെ ഏൽപ്പിച്ചു. അസ്ലമ എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിമായി നല്ല അർത്ഥം. ഏൽപ്പിച്ചു, അസ്ലമ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു. അർറജുലു, ആ റായി, ആ ഇടയൻ, ഇലൈഹി, ആ ദ്വീപിലേക്ക്, ചെന്നായിലേക്ക്, ഗനമഹു, തൻ്റെ ആട്ടിൻപറ്റങ്ങളെ. വമളാ, അദ്ദേഹം ആ വഴിയിലേക്ക് പോയി, ആ മലഞ്ചെരുവിനപ്പുറം. വദക്കറ ഖിസ്സതഹു ഇസ്ലാമഹു, അവിടെ റസൂലുള്ളാഹിനെ കണ്ടു, മുസ്ലിമായി. വഹുജൂദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുഖാതിലു ഫുലാൻ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ ഇലാ ഗനമിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയും, നിങ്ങൾ ആട്ടിൻപറ്റങ്ങളിലേക്ക് തിരിച്ചു പോയിക്കോളൂ. തജിദ്ഹ ബിവഫ്രിഹ, ഒരാട്ടിൻകുട്ടി പോലും നഷ്ടപ്പെടാതെ എല്ലാ ആട്ടിൻപറ്റങ്ങളെയും സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഫവജദഹ കദാലിക വിഷാത്തമ്മിന്ന. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ആ ആട്ടിൻപറ്റങ്ങൾക്ക് കാവലായി ചെന്നായ അങ്ങനെ നിൽക്കുക. സന്തോഷവാനായ മനുഷ്യൻ ആ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒരാടിനെ അറുത്തു. എന്നിട്ട് ഈ ചെന്നായക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ചെന്നായയുടെ അന്നമാണല്ലോ, ഭക്ഷണമാണല്ലോ ആട്. അപ്പോൾ ഈ ആട്ടിടയൻ തൻ്റെ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒരാടിനെ അറുത്ത് ഈ ചെന്നായക്ക് സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാം കിട്ടുകയും ചെയ്തു, സന്മാർഗ്ഗം കിട്ടുകയും ചെയ്തു എന്ന ഒരു അത്ഭുത സംഭവം. ഇത് മഹാനായ ഖാദി അയ്യാൽ തങ്ങൾ കിതാബ് ഷിഫായിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ വേറെയും പറയുന്നുണ്ട്. വേറെ ചില ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബി പ്രമുഖരുമടങ്ങുന്ന ഒരു സംഘം ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ആ തോട്ടത്തിലപ്പോൾ ഒരു ഒട്ടകമുണ്ട്. ഒട്ടകം സങ്കടപ്പെട്ട് കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ വന്ന് സുജൂദിലായി വീണു ആ ഒട്ടകം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ ഭൂമിയിലുള്ള സർവ്വവും മനുഷ്യവർഗത്തിലെയും ഭൂതവർഗത്തിലെയും തെറ്റുകാരല്ലാത്ത, ധിക്കാരികളല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും അറിയാം ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന്. അള്ളാഹുവിൻ്റെ നബിയാണ്, ദൂതരാണ് ഞാനെന്ന വിവരം മനുഷ്യവർഗത്തിലെയും ജിന്നുവർഗത്തിലെയും, മനുഷ്യഭൂതവർഗത്തിലെ ജിന്ന് ഇൻസുവർഗത്തിലെ തെറ്റുകാർ, ധിക്കാരികൾ, അവർക്കല്ലാത്തവർക്കൊക്കെ ഞാൻ റസൂലാണെന്ന വിവരം അറിയാമെന്ന് പറയാം. ഇതേ സംഭവത്തിൻ്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, ഈ ഒട്ടകം റസൂലുള്ളാഹിനോട് പരാതിപ്പെടുകയാണ്. ധാരാളമായി ഉടമ വല്ലാതെ പണിയെടുപ്പിക്കുന്നുണ്ട്. അന്നഹു ഷക കസറത്തൽ അമൽ വഖില്ലത്തൽ അലഫ്, തീറ്റ തരുന്നില്ല, മര്യാദക്ക് തീറ്റ തരുന്നില്ല, വിശപ്പടങ്ങുമാറ് ഭക്ഷണം തരുന്നില്ല ഉടമ, അതുപോലെ ധാരാളമായി പണിയെടുപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു സങ്കടം പറയാണ്. വസ്തജാറകയ ഹബീബി എന്തൊക്കെയുൻ നഫൂർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങൾ. ഇത് ഒട്ടകമാണ്, മാൻപേടയുടെ കഥയാണ് ആ ബൈത്ത് പറഞ്ഞത്. ഈ ഒട്ടകം വന്ന് സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ ഉടമയെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. ഈ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്, സങ്കടം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ ചെയ്യരുത്, അതിന് എടുക്കാത്ത പണി, അതിന് ചെയ്യാൻ കഴിയാത്ത പണി ചെയ്യേക്കരുത് എന്ന് പറഞ്ഞു, റഹ്മത്ത് കൊണ്ട് ഉപദേശിച്ചു എന്നൊക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗങ്ങൾക്ക് പോലും കാരുണ്യമായി, മൃഗങ്ങൾക്ക് പോലും ശിപാർശ പറയുന്നവരായി ഈ സംഭവത്തിൽ കാണാൻ കഴിയും. അതുപോലെ അവിടുത്തെ ഒരു വലിയ മുഅ്ജിസത്തുമാണല്ലോ അത്.
ഇബ്നു വഹബ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സംഭവം പറയാം. ഹമാമു മക്കത്തല്ലത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹിഹാ ഫദഅ ലഹാ ബിൽ ബറക. റസൂലുള്ള മക്കം ഫതഹിന് മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ മക്കയിലെ മാടപ്രാവുകൾ, മക്കയിലെ പ്രാവുകളൊക്കെ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുകളിൽ ഒരു ലില്ലായി, തണലായി, നിഴലായി, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മാടപ്രാവുകൾ വന്ന്, മക്കയിലെ പ്രാവുകൾ വന്ന് റസൂലുള്ളാഹിക്ക് തണൽ വിരിച്ച സംഭവം പറയാം. റസൂലുള്ളാഹി തങ്ങൾ പ്രാവുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ പ്രാവുകളുടെ മറ്റൊരു സംഭവം നമുക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ വേള, നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗാർ സൗറിൽ, സൗർ ഗുഹക്കകത്ത് ഇരുന്ന ദിവസങ്ങൾ, ആ സമയത്ത് ഈ സൗർ ഗുഹയുടെ വായ് ഭാഗം, അതിൻ്റെ മുഖഭാഗം മൂടിക്കൊണ്ട് അവിടെ വന്നത് ആരൊക്കെയാണ്? പ്രാവുകൾ വന്ന് മുട്ടയിട്ടു എന്ന് പറയല്ലോ, ഇവിടെ പറഞ്ഞിട്ടുള്ള ചരിത്രത്തിലുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രാവുകൾ വന്നുകൊണ്ട് മുട്ടയിട്ടു. അമർ ഹമാമത്തൈനി ഫവഖഫതാ ബിഫമിൽ ഗാർ, ഈ ഗുഹാമുഖത്ത്, ഈ ഗുഹയുടെ വായിൽ എന്ന് പറഞ്ഞാൽ ഗുഹയുടെ മുഖത്ത് വന്നുകൊണ്ട് അവ മുട്ടയിട്ട്. അതുപോലെ തന്നെ ചിലന്തി വല നെയ്തു, ഇതൊക്കെ ഹദീസിലുണ്ട്. ദന്നുൽ ഹമാമ വദന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതി ലം തൻസുജ് വലം തഹമീ. മക്കക്കാർ വന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ഗുഹക്കകടുത്ത് അടുത്തെങ്ങാനും ആൾ പെരുമാറ്റം ഉണ്ടായതിൻ്റെ ഒരു ലക്ഷണവുമില്ല. കാരണം പ്രാവുകളിലവിടെ മുട്ടയിട്ട് അടയിരിക്കുന്നു, അതുപോലെ ചിലന്തി വല നെയ്തിരിക്കുന്നു. മനുഷ്യൻ്റെ പെരുമാറ്റം ഇവിടെ ഉണ്ടെങ്കിൽ ഈ പ്രാവുകൾ ഇവിടെ മുട്ടയിടുകയോ അടയിരിക്കുകയോ അതല്ലെങ്കിൽ ചിലന്തി വല നെയ്യുകയോ ചെയ്യൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോവാണ്. അപ്പോൾ അതും ഒരു മുഅ്ജിസത്താണ്. വഫി ഹദീസ് അന്നാഖർ വന്നൽ അൻകബൂത നസജത് അലാ ബാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒപ്പം ഇരിക്കുന്ന ഈ ഗാർ സൗറിൻ്റെ മുഖഭാഗത്ത്, അതിൻ്റെ വാതിൽക്കൽ വന്നുകൊണ്ട് ഈ അങ്കബൂത്ത് അഥവാ ഈ ചിലന്തി, എട്ടുകാലി വല നെയ്തിരിക്കുന്നു. ഫലമ്മ അത്തത്താലിബൂന, അവരന്വേഷിച്ചുകൊണ്ട് ഖുറൈശികൾ വന്നപ്പോൾ ലഹു വറഔ ദാലിക ഖാലു ലൗ കാന ഫീഹി അഹദുൻ ലം തകുനിൽ ഹമാമതാനി ബിബാബി. ഇതിൻ്റെ ഉള്ളിൽ ഗുഹക്കകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാവുകൾ ഇവിടെ വന്നിരിക്കൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ കലാമി വർത്താനമൊക്കെ അകത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നുണ്ട്. ഫൻസറഫു, അവരങ്ങനെ പിരിഞ്ഞു പോവാണ്. അപ്പോൾ അത് വല്ലാത്തൊരു മുഅ്ജിസത്താണ്. അതുപോലെ മറ്റൊരു സംഭവം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്തൊരു സംഭവം കൂടെ ഈ വിഷയത്തിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫി സഹറാ, ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു മാൻപേട വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചു. ഫനാദതഹു ലബിയ, ഒരു മാൻപേട വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചു. യാ റസൂലല്ലാഹ്, വന്നുകൊണ്ട് എന്നല്ല, ഒരു മാൻപേട റസൂലുള്ളാഹിനെ വിളിച്ചു. ഖാല മാ ഹാജതുകി, എന്താണ് മാൻപേട? തങ്ങൾ ചോദിച്ചു, എന്താണ് ആവശ്യം? ഖാലത്ത്, ആ മാൻപേട പറഞ്ഞു, ഈ അറാബി എന്നെ വേട്ടയാടിയതാണ്, എനിക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ആ മലയിൽ, തൊട്ടപ്പുറത്തുള്ള മലയിലേക്ക് ചൂണ്ടിയിട്ട് ആ മലയെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, എന്നെ ഒന്ന് വിടാമോ, എനിക്കൊരു ജാമ്യം തരാമോ എന്നർത്ഥം. ഫാത്തിലിഖിനി, എന്നെ ഒന്ന് വിടാമോ. ഹത്ത ആദ്ഹബ ഫൗർലിയാഹുമാ അർജിയ, എന്നെ അങ്ങൊന്ന് വിടണം ഒരല്പനേരത്തേക്ക്, ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക്, മാൻപേട കുഞ്ഞുങ്ങൾക്ക് ഞാൻ മുലയൂട്ടിയിട്ട് തിരിച്ചു വരാം. ഈ അറാബി എന്നെ വേട്ടയാടിയതാണ്, അപ്പോൾ എന്നെ ഒരല്പസമയം എനിക്കൊന്ന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി ഞാൻ തിരിച്ചു വരാമെന്ന് പറയാം. അപ്പോൾ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക, കാലാവ തഫാലീന, വിട്ടാൽ നീ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. കാല നാം, ലബിയത്ത് പറഞ്ഞു, മാൻപേട പറഞ്ഞു, നാം, അതേ വരാം. ഫാത്തുലഖഹ, അത് റസൂലുള്ളാഹി തങ്ങൾ അതിനെ വിട്ടു. ഫദഹബത് വറജഅത്, ആ മാൻപേട അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിയ ശേഷം തിരിച്ചു വന്നു. വറജഅത് ഫഔസഖഹ, അപ്പോൾ തങ്ങൾ അതിനെ കെട്ടിയിട്ടു രണ്ടാമത്. ഫൻതബഹ അറാബി, അപ്പോൾ അറാബി ഉറക്കത്തിൽ നുണർന്നു. വഖാല യാ റസൂലല്ലാഹ് അലക ഹാജ, എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. ഖാല തുത്ലിഖു ഹാദിഹി ലബി, ഈ മാൻപേടയെ വെറുതെ വിടാമോ എന്ന് ചോദിക്കുക. ഫാത്തലഖഹ, വെറുതെ വിട്ടു. ഫഖറജത് തഅദു ഫിസ് സഹറായി, അപ്പോൾ ഈ മാൻപേട സന്തോഷം കൊണ്ട് ഈ മരുഭൂമിയിലൂടെ അതിങ്ങനെ ചാടിക്കിടന്നുകൊണ്ട്, അതിങ്ങനെ ചാടി, അതിൻ്റെ സന്തോഷം കൊണ്ട് അത് തുള്ളിച്ചാടിക്കൊണ്ട് അത് കടന്നുപോയി. വതഖൂലു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, നബിയേ, അല്ലാഹു ഏകനാണെന്ന്, അല്ലാഹു അല്ലാതെ ഇലാഹാരുമില്ലെന്ന്, അങ്ങ് റബ്ബിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മാൻപേടതിലൂടെ തുള്ളിച്ചാടി കടന്നുപോയി. ഫഅഫൈഉൻ ലില്ലദീ ഫആ വഅദിമൻ ഫാവഫൈളുൻ ഫാത്തിഹം മിൻഹു ലനല്ലഖ്ഫാല ഫാൽ എന്ന് ഖസീദത്തു അല്ലഫൽ അലിഫിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ ഖാദിർ ഖാഹിരി തങ്ങൾ പറയുന്നത് ഈ സംഭവത്തിലേക്കുള്ള സൂചനയാണ്. ഫഅഫൈഉൻ ലില്ലദീ ഫആ, വേട്ടയാടിയ വേട്ടക്കാരനിലേക്ക് തന്നെ ആ വേട്ട മൃഗം അഥവാ ഈ മാൻപേട ലബിയത്ത് തിരിച്ചു വന്നു. ഫാഇ റജഅ ഫൈഉൻ ലില്ലദീ ഫആ വഫാ വഅദിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ആ വഅദ്, കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഫാദ ഫൈളുൻ ഫാത്തിഹം മിൻഹു ലനല്ലഖ്ഫാല ഫാൽ,
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു മുഅ്ജിസത്തിൻ്റെ സംഭവമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. ഇങ്ങനെ മറ്റൊരു സംഭവം കൂടി പറയാം. മിൻ ഹാദൽ വാബി മാറുവിയ മിൻ തസ്സീരിൽ അസദീരി സഫീനത മൗല റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു മൗല ഉണ്ടായിരുന്നു, സഫീന എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചരിത്രം മഹാനായ ഇബ്നു കസീർ തങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ബിദായത്തുൽ നിഹായിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സഫീനത്തിന് അങ്ങനെ പേരിടാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സഫീനത്ത് എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണല്ലോ. അദ്ദേഹത്തിന് നല്ല ഭാരങ്ങൾ വഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരുടെയും എത്ര വലിയ ഭാരമുള്ള ലഗേജും ഭാരങ്ങളൊക്കെ അദ്ദേഹം എടുത്തു കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സഫീന, കപ്പൽ അങ്ങനെയല്ല, ഭാരങ്ങൾ കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളിട്ട പേരാ സഫീന. അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൃത്യരായിരുന്നു, മൗലയായിരുന്നു ഈ സഫീന. അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുത സംഭവം പറയാം. അദ്ദേഹത്തെ മുആദ് ഇത് വജ്ജഹഹു ഇലാ മുആദിൻ ബിൽ യമൻ, മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, യമനിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ വഴിയിൽ വെച്ചൊരു സിംഹം അദ്ദേഹത്തിന് പിടികൂടുക. ഫലഖിയൽ അസദ്, അത് സിംഹത്തിനെ കണ്ടുമുട്ടി. ഫഅറഫഹു, അപ്പോൾ സിംഹം മനുഷ്യനെ കണ്ടുകിട്ടിയാൽ ഹിംസ്ര ജന്തുവാണല്ലോ, ഒറ്റച്ചാട്ടത്തിന് കഥ കഴിക്കുമല്ലോ, മനുഷ്യൻ്റെ രക്തം കുടിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മാംസം തിന്നുമല്ലോ സിംഹം. അപ്പോൾ ഈ സിംഹത്തെ കണ്ടപ്പോൾ ചാഞ്ചല്യ ലേശമന്യേ സഫീന റളിയല്ലാഹു തആല അൻഹു ഈ പരിചയപ്പെടുത്ത ഫഅറഫഹു അന്നഹു മൗല റസൂലില്ലാ. സിംഹത്തോട് പറ, ഞാൻ ആരാ നിങ്ങൾക്കറിയോ? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലയാണ്. വമാഹു കിതാബഹു, നബിതങ്ങളൊരു എഴുത്തുൻ്റെ കയ്യിലുണ്ട്. ഫഹം ഹമ, അത് കേട്ടപ്പോൾ ഈ സിംഹം ഒന്ന് മൂളുക മാത്രം ചെയ്തു. വതനഹ അനിത്വരീഖ്, വഴി ഒഴിവാക്കി കൊടുത്തു. സഫീന റളിയല്ലാഹു അൻഹു സിംഹത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു, ഞാൻ റസൂലുള്ളാഹിൻ്റെ മൗല സഫീനയാണ്, എൻ്റെ കയ്യിൽ റസൂലുള്ളാഹിൻ്റെ എഴുത്തുണ്ട്, ഞാൻ മുആദ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് റസൂലുള്ള പറഞ്ഞയച്ചിട്ട് യമനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സിംഹം ഒന്ന് ഗർജിക്കുക, ചെറിയൊരു മൂളക്കം മാത്രം, അതൊരു സമ്മതം എന്ന അർത്ഥത്തിലാവണം, അതങ്ങ് വതനഹ അനിത്വരീഖ്, വഴി അങ്ങ് ഒഴിവാക്കി കൊടുത്തു. വദക്കറ ഫീ മുൻസറഫി മിസ്ല ദാലിക്, അതങ്ങ് അദ്ദേഹത്തിന് സേഫായ യാത്ര സൗകര്യപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ വിശദാംശങ്ങൾ ചരിത്രങ്ങൾ പിന്നെയും പറയുന്നുണ്ട്, ഇതിൻ്റെ മറ്റ് സംഭവങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് തന്നെയായിരുന്നു അതും. റസൂലുള്ളാഹി തങ്ങളുടെ മൗലയായ ഈ സഫീനത്തിന് പോലും, ഒരു മനുഷ്യന് സഫീനത്ത്, അവർക്ക് പോലും ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ ഈ ഒരു മുഅ്ജിസത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ആ മുഅ്ജിസത്തിൻ്റെ ഒരു ആനുകൂല്യം, അനുഭവം, അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് ലഭിച്ചു എന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കഴുത നബി തങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ. ആ കഴുത നബി തങ്ങളോട് ഖൈബറിൻ്റെ സംഭവത്തിലാണ്, കലാമിൽ ഹിമാർ അല്ലദി അസാബഹു ബി ഖൈബർ വഖാല ലഹു, നബി തങ്ങളോട് പറയാം, ഇസ്മി യസീദ് ബിൻ ശിഹാബ്, കഴുത പറയാണ്, അതിൻ്റെ പേര് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് യാഫൂർ എന്ന് പേരിട്ട് വിളിച്ചു. ഫസമ്മാഹു റസൂലുള്ളാഹി യാഫൂറ, നബി തങ്ങൾ അതിന് യാഫൂർ എന്ന പേര് വിളിച്ചു. വന്നഹു കാന യുവജ്ജിഹു ഇലാ ദൂരി അസ്ഹാബിഹി ഫയദ്രിബു അലൈഹിമുൽ ബാബ ബിറഅസിഹി വയസ്തദഈഹിം വഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഖിദ്മത്തുകൾ എടുത്ത, റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മൃഗമായിരുന്നു ഈ യാഫൂർ എന്ന് പറഞ്ഞ കഴുത. അതിനെപ്പറ്റി പറയാം, വന്നൻ നബിയ, നബിതങ്ങൾ ലമ്മാ മാതാ, നബിതങ്ങൾ വഫാത്തായപ്പോൾ തറദ്ദാ ഫി ബിഇർ, ഈ കഴുതക്ക്, ഈ യാഫൂർ എന്ന് പറഞ്ഞ കഴുതക്ക് അത് സഹിക്കാൻ പറ്റാതെ അത് ഒരു കിണറ്റിൽ അതിനെ എടുത്തു ചാടി. തറദ്ദാ ഫി ബിഇർ, ഒരു കിണറ്റിലേക്ക് എടുത്തു ചാടി. ജസാൻ വഹുസന, ദുഃഖം കാരണത്താൽ, റസൂലുള്ളാഹി അല്ലാത്ത ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചിട്ട് നബിതങ്ങളുടെ ശേഷം ആ ദുഃഖം സഹിക്കവയ്യാതെ, റസൂലുള്ളാഹിൻ്റെ വേർപാട് സല്ലല്ലാഹു അലൈഹി വസല്ലം വേർപാടിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ, കഥനഭാരം സഹിക്കവയ്യാതെ ഒരു കിണറ്റിൽ ചാടിയിട്ടാണ് യാഫൂർ അതിൻ്റെ ജീവിതമെടുത്തത്, ജീവിതം അവസാനിപ്പിച്ചത് എന്നും ചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഈ വിഷയത്തിൽ. അനേകം മുഅ്ജിസാത്ത്, മൃഗങ്ങൾ, അതുപോലെ മിണ്ടാപ്രാണികൾ, ജന്തുജാലങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞു കല്ലും മരവും വൃക്ഷവും അതുപോലെ കുന്നും മലയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചത്, അവിടത്തോട് സലാം പറഞ്ഞത്, അവിടുത്തെ ഷഹാദത്ത്, അവിടുത്തെ റിസാലത്ത് കൊണ്ട് ഷഹാദത്ത് പ്രഖ്യാപിച്ചത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ അമാനുഷികതകൾ വിളിച്ചറിയിക്കുന്ന, പ്രഘോഷണം ചെയ്യുന്ന, വിളംബരം ചെയ്യുന്ന അനേകം സംഭവങ്ങൾ ഇങ്ങനെ ചരിത്രങ്ങളിലും അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലും സിയർ താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും ഏതാനുമാണ് അല്ലാമ ഖാദി അയ്യാദ് തങ്ങൾ ഈ ശീർഷകത്തിലും നമുക്ക് പറഞ്ഞു തന്നത്. വനഫഅന അല്ലാഹു ബിഉലൂമി വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം.